ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ കഴിഞ്ഞ 1993 മെയ് മാസം സിറുവാക്കം, കടലൂർ ഡിസ്ട്രിക്റ്റിലെ സിറുവാക്കം എന്ന് പറയുന്ന ഗ്രാമത്തിൽ പിന്തങ്ങിയ ഏരിയയിൽ എനിക്കുള്ള പാസ്റ്റർ കെ ഇ കുര്യന് ദൈവം കൊടുത്ത ഒരു വിടുതലനുസരിച്ച് കർത്താവിൻ്റെ വേല ചെയ്യാൻ ഈ ഗ്രാമത്തിൽ കടന്നു വന്നു. ഇവിടെ വന്ന് ഞങ്ങൾ 93 തുടങ്ങി ഞങ്ങൾ ഈ ഗ്രാമം ആദിവാസികളെ പോലുള്ള ഗ്രാമത്തിൽ ദൈവകൃപയാൽ വേല തുടങ്ങി. വേല ഇന്ന് പാസ്റ്റർ നിത്യതയിൽ വിശ്രമിക്കുന്നു. ഞങ്ങളിവിടെ സിറുവാക്കം ഗ്രാമത്തിലെ മിനിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ വന്ന സമയങ്ങളിൽ പലവിധമായ കഷ്ടങ്ങൾ. ഞങ്ങൾക്ക് വീട് ലഭിക്കത്തില്ല, ആരും ഞങ്ങൾക്ക് വീട് തരത്തില്ല, ജാതിയും മതവും എല്ലാം നോക്കുന്നവർ. അതേപോലെ നിങ്ങൾ പിന്നെ മിനിസ്റ്റർ ചെയ്യാൻ അനുവദിക്കത്തില്ല, നിങ്ങൾ ഗ്രാമത്തെ കലക്കാൻ വന്നവരാണ്, അതുകൊണ്ട് നിങ്ങൾ ഇവിടുന്ന് പോകണം എന്ന പല വിധത്തിലുള്ള എതിർപ്പുകൾ വന്നെങ്കിലും ഞങ്ങൾ നടന്നും സൈക്കിളുമായിട്ട് ഈ ഗ്രാമങ്ങളിലൊക്കെ കർത്താവിൻ്റെ വേല ചെയ്തു. അങ്ങനെ വലിയ പ്രതിസന്ധി ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നു. അനേകർ ഞങ്ങൾക്കെതിരായി എഴുന്നേറ്റു. പഠിക്കാത്ത ജനങ്ങളെ വെച്ച് കാശ് സമ്പാദിക്കാൻ വന്നവരാണെന്നും മറ്റും യേശു എന്ന് പറയുന്ന ഒരാളില്ലെന്നും ഒക്കെ പറഞ്ഞ് വലിയ പ്രതികൂലങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നെങ്കിലും ദൈവകൃപയാൽ ഞങ്ങൾ ഈ ഗ്രാമത്തിൽ ഇവിടെ ചുറ്റുമുള്ള ഗ്രാമങ്ങളിൽ മിനിസ്റ്റർ ചെയ്തു. അങ്ങനെ ഒരു 82 ഗ്രാമങ്ങൾ ഉൾഗ്രാമങ്ങളിൽ കർത്താവിൻ്റെ കൃപയാൽ ആരംഭകാലത്തിൽ വേല ചെയ്യാൻ ദൈവം ഞങ്ങൾക്ക് കൃപ ചെയ്തു. അതിൻ്റെ ഇടയിൽ ഭൗമികമായ പ്രതികൂലങ്ങൾ, പ്രയാസങ്ങൾ, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, എല്ലാം മാറുന്ന പ്രശ്നങ്ങളിലൂടെയും ദൈവം ഞങ്ങളെ നടത്തിക്കൊണ്ട് വന്നു. ഞങ്ങൾക്ക് ദൈവം 3 പെൺകുഞ്ഞുങ്ങളെ തന്നിട്ടുണ്ട്. അവരും ദൈവകൃപയാൽ പഠിച്ച് അവരുടെ പഠിത്ത സമയത്താണ് ഞങ്ങൾ മിനിസ്ട്രിക്കായിട്ട് ഇറങ്ങിയെങ്കിലും ദൈവം അവരുടെ മിനിസ്ട്രി എല്ലാം മാനിച്ച് നല്ല നിലയിൽ മിനിസ്ട്രി പഠിക്കാൻ ദൈവം അവർക്കും കൃപ ചെയ്തു. എന്നാൽ കുഞ്ഞുങ്ങളുടെ ആദ്യ കാലങ്ങളിൽ എങ്ങനെ പഠിപ്പിക്കും, ഏത് നിലയിൽ അവരെ ഞങ്ങൾ കൊണ്ടുവരുമെന്നുള്ള ഒരു പ്രയാസം വന്നെങ്കിലും ദൈവത്തിൻ്റെ ഒരു ശബ്ദം ഞാൻ കേട്ടു. എനിക്ക് വേണ്ടി എൻ്റെ വേല ചെയ്യാൻ ഇറങ്ങി നീണ്ട തലമുറകളെക്കുറിച്ച് ഞാൻ കരുതുമെന്നുള്ള ഒരേ വിശ്വാസം ദൈവശബ്ദം കേട്ടത് വെച്ച് ദൈവസന്നിധാനത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഗ്രാമത്തിൽ മിനിസ്റ്റർ ചെയ്തു. ഞങ്ങൾ അറിയാത്തവരിൽ കൂടെ ഞങ്ങൾക്ക് ദൈവം ഒരു സഹായം ചെയ്തു. ഒരു ദിവസം എടുത്താൽ ഒരു ഹിന്ദു മനുഷ്യൻ, ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല, അന്ന് 3 ദിവസമായി ഞങ്ങൾ ആഹാരം വെച്ചിട്ട് അന്ന് ആ സമയത്ത് ഒരാൾ ഹിന്ദു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്തോ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്, ഇതിൻ്റെ ഉദ്ദേശം എന്തുവാ, നിങ്ങൾ നല്ല സമ്പാദിക്കാവുന്നവരല്ലേ, നിങ്ങൾക്ക് നല്ല വേല അറിയത്തില്ലേ, ഇന്നൊരു ഇത് വെച്ച ബാനർ ഇട്ടാൽ കൂടെ നിങ്ങൾക്ക് ദിവസം 1,500 രൂപ കിട്ടത്തില്ലേ, നിങ്ങൾ എന്തിനാ ഞാൻ ഇറങ്ങിയെന്നൊക്കെ ഞങ്ങളോട് ഇങ്ങനെ ചോദിച്ച് ഞങ്ങളെ ഒരുവിധം പറഞ്ഞുകൊണ്ടിരുന്നു. പറഞ്ഞെങ്കിലും ഞങ്ങൾ ദൈവസന്നിധാനത്തിൽ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല, ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുന്നു. ഞങ്ങൾ ആഹാരം കഴിച്ചു. ഞാൻ അന്നേരം ആ മനുഷ്യനോട് ചോദിച്ചു, നിങ്ങൾ എന്തെങ്കിലും കഴിച്ചോ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് നല്ല കഴിച്ചു, നിങ്ങളുടെ ദൈവമാണ് എന്നെ ഇവിടെ അയച്ചത്, നിങ്ങളുടെ ദൈവം എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് കൊണ്ടുവന്ന് ഈ 100 രൂപ തരാൻ പറഞ്ഞു. ഞാൻ തരാതെ പോകാൻ നോക്കിയിട്ട് നിങ്ങളുടെ ദൈവം എന്നെ വിട്ടില്ല, നിങ്ങളുടെ ദൈവം എന്നെ ഇവിടെ വിട്ടത് എന്ന് ഞാൻ പറഞ്ഞല്ല, ഞങ്ങൾക്കെല്ലാം ഉണ്ട്, ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ സമ്മതിച്ചില്ല. നിങ്ങൾ വാങ്ങിച്ചാലേ ഒക്കുള്ളൂ എന്ന് പറഞ്ഞ് 100 രൂപ. പക്ഷേ അന്ന് ദൈവം ഞങ്ങൾക്ക് ചെയ്ത വലിയൊരു അത്ഭുതമാണത്. ഞങ്ങളുടെ 4 ദിവസം കൊണ്ടൊന്നും ഇല്ലാതിരിക്കുന്നു. ആ ഒരു ഹിന്ദു മനുഷ്യൻ വന്ന് നിങ്ങളുടെ ദൈവം എന്ന് പറയുമ്പോഴേ എനിക്കൊരു വലിയ സന്തോഷം. ഞാൻ പറഞ്ഞു, അപ്പം ഞങ്ങളുടെ ദൈവം അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്, ഞങ്ങളുടെ ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണെന്ന് അറിയാമല്ലോ, പിന്നെന്തിനാണ് ഞങ്ങളോട് ഇങ്ങനെയൊക്കെ പറയുന്നത്. അന്ന് പറഞ്ഞ ഒടുവിൽ ആ പൈസ ഞങ്ങൾക്ക് തന്നിട്ടാണ് കടന്നു പോകുന്നത്. പോയെങ്കിലും അന്നത്തെ ഞങ്ങൾ ദൈവസന്നിധാനത്തിൽ അന്ന് വെച്ചിരുന്ന ഞങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ളത്, അതേപോലെ ഓരോ സമയങ്ങളിലും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനായാലും മറ്റ് നിലയിലായാലും ദൈവം ഞങ്ങൾക്ക് ഓരോ നിലയിലും അത്ഭുതങ്ങൾ. ഞാൻ എല്ലാവരോടും പറയും, ദൈവം ഏലിയാവിനെ പോഷിപ്പിച്ചതിനേക്കാളും വരിയായിട്ടാണ് ഞങ്ങളെ ദൈവം നടത്തി കൊണ്ടുവരുന്നത്. എന്നാൽ ഞാൻ ഓരോരുത്തർ പറയാനുണ്ട്, മിനിസ്ട്രിക്ക് വരുന്നവരോട് പറയും, നമ്മൾ ദൈവത്തോട് പറ്റി നിന്നാൽ ഒരിക്കലും ദൈവം നമ്മളെ കൈവിടത്തില്ല. നിങ്ങൾക്ക് ഉപദ്രവമുണ്ട്, ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് പലവിധ ഉപദ്രവങ്ങൾ. ഒരു ദിവസം ഒരാൾ വന്ന് എന്നോട് പറഞ്ഞു, നാളെ ഈ സമയത്ത് നിൻ്റെ ഭർത്താവിൻ്റെ തല കാണത്തില്ല, നിങ്ങൾ ഈ ദേശത്ത് വന്ന് ഭർത്താവിൻ്റെ തല ഞാൻ വെട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മുറിക്കാതെ വെട്ടിയില്ലെങ്കിൽ ഞാൻ മനുഷ്യനല്ല എന്നുള്ള നിലയിൽ വല്ലാതെ ഞങ്ങളെ കുടിച്ചിട്ട് വന്ന് എന്നെ പറഞ്ഞു. റൂമിൽ കയറി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് ഒരു ദിവസം അടിക്കാനായിട്ട് അതേ ആൾ തന്നെ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പം കയറി വന്നു, ചട്ടയുടെ കോളറെ പിടിച്ചു.
പക്ഷേ അടിക്കാൻ ദൈവം അനുവദിച്ചില്ല. അങ്ങനെ പല ഉപദ്രവങ്ങളിലൂടെല്ലാം ദൈവം കടത്തി വിട്ടെങ്കിലും ഞങ്ങളുടെ ജീവിതത്തിൽ പറയാനാണെങ്കിൽ ഒരു ധാരാളം അനുഭവങ്ങൾ ഞങ്ങൾക്ക് പറയാനുണ്ട്. ആ നിലയിൽ ദൈവം ഇത്രത്തോളമൊക്കെ ഞങ്ങളെ കൊണ്ടുവന്നു. വായിച്ചാനും ഇടയ്ക്ക് വെച്ച് സ്ട്രോക്ക് വന്നെങ്കിലും അതിൽ നിന്ന് ദൈവം വിടുതൽ തന്ന് ഇങ്ങനെ 2017 ജൂലൈ 10 അച്ഛൻ മരിച്ചു. എന്നാലും ദൈവകൃപയാൽ കർത്താവിൻ്റെ വേല ചെയ്യാൻ ദൈവകൃപ ചെയ്യുന്നു. അതിന് മുന്നമേ അച്ഛനോ വളരെ ആഗ്രഹങ്ങളായിരുന്നു. ഒരു ഓൾഡ് ഏജ് ഹോം തുടങ്ങണോ, വയസ്സായവരാരും ആദരിക്കാനില്ലാത്തവർക്ക് ആദരവ് ചെയ്യണം, അവരുടെ ആവശ്യങ്ങൾ അറിയണം, അവർക്ക് വേണ്ടി ചെയ്യണമെന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. അതും ദൈവകൃപയാൽ ഒരു ഓൾഡ് ഏജ് ഹോം തുടങ്ങാൻ ദൈവകൃപ ചെയ്തു. മെയ് മാസം 31 ഓൾഡ് ഏജ് ഹോം തുടങ്ങി. ജൂലൈ മാസമാണ് മരിക്കുന്നത്. അതുപോലെ ഞങ്ങൾക്കിവിടെ അടുത്ത് ഇവിടുന്ന് ഒരു 30 കിലോമീറ്റർ അപ്പുറത്ത് ഒരു ലെപ്രസി കോളനിയിൽ 97 അവരുടെ ഇടയിൽ പോയി മിനിസ്റ്റർ ചെയ്യാനും അവരെ കാണാനും അവരെ ഞങ്ങളുടെ മക്കളെ പോലെ സ്നേഹിക്കുവാനും ദൈവം കൃപ ചെയ്തു. അന്ന് തൊട്ട് ഞങ്ങൾ പോയി അവരുമായിട്ട് സഹകരിച്ച് അവരുമായിട്ട് ഒരു കുടുംബം പോലെ ഞങ്ങൾ അവരുമായിട്ട് കഴിഞ്ഞുകൊണ്ട് വരുന്നതാണ്. അവർ ഞങ്ങളെയും അതുപോലെ തന്നെ അവർ സ്നേഹിക്കുന്നുണ്ട്. അവരുടെ ഇടയിൽ ഇന്നും ആ മിനിസ്റ്ററി തുടർന്ന് ചെയ്യാൻ ദൈവം കൃപ ചെയ്യുന്നു. അതും ഞങ്ങളുടെ ജീവിതത്തിലൊരു വലിയ സന്തോഷമാണ്. അവരെ പോയി കാണുന്നതും ആ ലെപ്രസിയിൽ ആരും അവർക്ക് സഹായം ഇല്ലാത്തടത്ത് അവരെ കാണുന്നതും അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവരെ സഹായം ചെയ്യുന്നതിനും. അതും പോയിട്ട് ഇപ്പോഴാണെങ്കിൽ തലമുറകൾ കടന്നു വന്നു. 3 പേരും മിനിസ്ട്രിയിലുണ്ട്. അതിൽ അവരിലൂടെയും കുഷ്ഠരോഗികളുടെ ഇടയിൽ പോയി അവർക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനും അവരെ സഹായിക്കുവാനും അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവർക്ക് സഹായം ചെയ്യുവാനുള്ള ദൈവം കൃപ ചെയ്യുന്നു. എല്ലാം ദൈവത്തിൻ്റെ കൃപ മാത്രമാണ്, ഒന്നുമില്ലായ്മയിൽ. പറയാൻ പോയ നവോമിയും രൂത്തും കടന്നു വന്നതുപോലെ ഞങ്ങൾ ഈ വനാന്തരത്തിൽ കടന്നു വന്നു. ഞങ്ങളെ കാണുവാൻ ആരുമില്ലായിരുന്നെങ്കിലും ഞങ്ങളെ കാണാൻ ഒരു ദൈവം ഉണ്ടായിരുന്നു. ആ ദൈവം ഞങ്ങളെ ലജ്ജിപ്പിച്ചില്ല. അതേപോലെ ഈ ദേശത്ത് ദൈവം ഇത്രത്തോളം നിർത്തി. ഈ ചുറ്റുഗ്രാമങ്ങളിൽ ഞങ്ങൾ കടന്നുപോയ ഓരോ ഗ്രാമങ്ങളിലും ഇന്ന് ചർച്ചുകളുണ്ട്. ഞങ്ങൾ വരുന്ന സമയത്ത് ചർച്ചിൽ പോകണമെങ്കിൽ ഇവിടുന്ന് 100 കിലോമീറ്റർ തൃച്ചിക്ക് പോയാലാണ് ഞങ്ങൾ ആരാധനയ്ക്ക് പോകാൻ പറ്റുന്നത്. പക്ഷേ ഇന്ന് ഞങ്ങൾ കടന്നുപോയ എല്ലാ ഗ്രാമങ്ങളിലും ഇന്ന് ചർച്ചുകളുണ്ട്. ഞങ്ങൾക്ക് പല പാസ്റ്റേഴ്സിനെ ഓരോ ഗ്രാമങ്ങളിലും വയ്ക്കുവാൻ ദൈവം കൃപ ചെയ്തു. ഞങ്ങളുടെ കൂടെ താമസിപ്പിച്ചും അവർക്ക് ട്രെയിനിങ് കൊടുത്തും എല്ലാം അവരെ ഓരോ ഗ്രാമങ്ങളിൽ കൊണ്ടുപോയി താമസിപ്പിക്കാൻ ദൈവം കൃപ ചെയ്തു. ഇന്നും കർത്താവിൻ്റെ വേല അവർ ചെയ്തെടുക്കുന്നുണ്ട്. അതേപോലെ അതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഞങ്ങൾക്ക് പലവിധമാണ് ആക്സിഡൻറ്റുകൾ, പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ ദൈവം വന്നുവെങ്കിലും എല്ലാ നിലയിലിരുന്ന് ദൈവം ഞങ്ങൾക്ക് വിടുതൽ തന്നു. പിന്നെ എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യം ദൈവം എന്നോട് പറഞ്ഞതുപോലെ തന്നെ 3 പേരുടെയും കാര്യം ദൈവം ഏറ്റെടുത്തു. അവരെ പഠിപ്പിക്കുവാനും അവരുടെ കല്യാണം നടത്തുവാനും അവരെ ഈ ലെവലിൽ തന്നെ മിനിസ്ട്രിയിൽ കൊണ്ടുവരുവാനും ദൈവം കൃപ ചെയ്തു. ഇന്ന് 3 പേരും കർത്താവിൻ്റെ വേലയുടെ മുഖത്തുണ്ട്. അതും അവർക്ക് ദൈവം നേരത്തെ തമിഴ്നാടെന്നാലേ ഇഷ്ടമല്ലായിരുന്നെങ്കിലും ഇതേ ഗ്രാമത്തിൽ കടന്നു വന്ന് ഞങ്ങളോടൊപ്പമായിട്ട് കഷ്ടം അനുഭവിക്കുവാനും ഇതേ ഗ്രാമങ്ങളിൽ തന്നെ കർത്താവിൻ്റെ വേല ചെയ്യുവാനും ദൈവം അവർക്ക് കൃപ ചെയ്ത് കുഞ്ഞുങ്ങൾ 3 പേരും ഇവിടെ കടന്നു വന്ന് കർത്താവിൻ്റെ വേല ചെയ്യുന്നു. അതേപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ ആക്സിഡൻറ്റുകൾ കടന്നു വന്നു, മരണത്തിൻ്റെ തരുവായിലൂടെ പോയി. എന്നാലും ഒരുത്തരുടെ ജീവൻ പോലും എടുക്കാതെ ആക്സിഡൻറ്റുകളിലും ദൈവം ഞങ്ങളെ താങ്ങി, ഞങ്ങളെ ഇത്രത്തോളം നിർത്തി, ഇത്രത്തോളം കൊണ്ടുവരുന്നുണ്ട്. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പിന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ പറയാൻ പോയാൽ ഞാൻ ചിന്തിച്ച് നോക്കിയാൽ ഞങ്ങളെ സ്നേഹിക്കുവാൻ, ഞങ്ങളെ കരുതുവാൻ ഒരു നല്ല രക്ഷകൻ ഒരാൾ മാത്രമേ ഉള്ളായിരുന്നു. ഏതെന്നൂടെ ചോദിക്കുവാൻ ഞങ്ങൾക്ക് ആരുമില്ലായിരുന്നു. എന്നാലും ദൈവം ഞങ്ങളെ സ്നേഹിച്ചു, ദൈവം ഞങ്ങളെ നടത്തി, ഞങ്ങളെ കൊണ്ടുവന്ന വഴികളെല്ലാം ഞാൻ പറയാൻ പോയാൽ കുഞ്ഞുങ്ങളുടെ വിവാഹ സമയങ്ങളൊക്കെ കടന്നു വരുമ്പോഴും കണ്ണീരിൽ എൻ്റെ ഓരോ യാത്രയും ഓരോ ചൂടുകളും കണ്ണീരിൻ്റെ പാതയിൽ തന്നെയായിരുന്നു. കാരണം മിനിസ്ട്രിക്ക് വന്ന് കുറച്ച് നാളായപ്പോഴത്തേനും പപ്പായ്ക്ക് പിന്നെയും സുഖമില്ലാതായി. ഹാർട്ടിൻ്റെ പ്രശ്നം, സ്ട്രോക്ക് എല്ലാമായി. അതും എല്ലാ കാര്യങ്ങളും നോക്കേണ്ടതായി. എന്നാലും ഞങ്ങളെ ദൈവം ലജ്ജിപ്പിച്ചില്ല. ഒന്നിലും കുറവില്ലാതെ ഒരു
കഷ്ടതയില്ലാതെ ഇത്രത്തോളം ദൈവം കൊണ്ടുവന്നു. ദൈവത്തിൻ്റെ ഒരു വലിയ കൃപയാണ്. അബ്രഹാമിനെ നടത്തിയതുപോലെ ദൈവം വാക്ക് പറഞ്ഞവൻ ഒരു നാളും കൈവിടുകയില്ല. ഞങ്ങൾ നടന്നെടുത്ത് സൈക്കിളിൽ ഒരാൾ ഞങ്ങൾക്കൊരു സൈക്കിൾ തന്നു. നടന്ന് മിനിസ്റ്റർ ചെയ്തിട്ടിരിക്കുമ്പോൾ ഒരു പഴയ സൈക്കിൾ, അതാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യം ഞങ്ങൾക്ക് കിട്ടുന്നത്. അതിനുള്ള റിപ്പയർ നോക്കാനുള്ള കാശും തന്നു, സൈക്കിൾ തന്നു. അതിലിരുന്ന് ഞങ്ങൾ 2009 വരേക്കും ആ സൈക്കിൾ വെച്ച് ഇങ്ങനെ റിപ്പയർ നോക്കി, അത് വെച്ച് ഞങ്ങളിങ്ങനെ മിനിസ്റ്റർ ചെയ്തു. കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചു. ഇവിടെ തന്നെ ഞങ്ങൾക്ക് ഒരു ചർച്ച് കെട്ടാൻ ദൈവം കൃപ ചെയ്തു. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നും ഞങ്ങൾ താമസിക്കുന്ന ചർച്ച് കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ പേരിലല്ല, എന്നാലും ദൈവസന്നിധാനത്തിൽ വെച്ച് പ്രാർത്ഥിക്കുന്നു. ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടുകയില്ല എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ കാര്യത്തിൽ സമർപ്പിക്കുകയാണ്. അതേപോലെ ഞാൻ ഈ ഗ്രാമത്തിൽ വരുമ്പോൾ ഞങ്ങൾക്ക് ഒരറിവുമില്ല, എന്നാലും ഞങ്ങളെ ദൈവം ഈ ഗ്രാമത്തിൽ നിന്നല്ല, ഈ തമിഴ്നാടിൻ്റെ എല്ലാ പ്രദേശങ്ങളിലും പപ്പായ്ക്ക് കടന്നു പോകാനും എനിക്കും കടന്നു പോകാൻ ദൈവം കൃപ ചെയ്തു. എല്ലായിടങ്ങളിലും പോയി മിനിസ്റ്റർ ചെയ്യുവാനും ദൈവം കൃപ ചെയ്തു. അനേകരെ നേടുവാൻ ദൈവം ഞങ്ങൾക്ക് കൃപ ചെയ്തു. ഓരോ ഗ്രാമങ്ങളിലും ഇന്ന് അനേക സഭകളും വിശ്വാസികളും എല്ലാം ഉണ്ട്. പിന്നെ ഇതിനപ്പുറത്തായി ഞാൻ ആഗ്രഹിക്കുന്ന ഒന്നുണ്ട്. അവസാനം ദൈവത്തിനു വേണ്ടി അധികമായി പ്രവർത്തിക്കണം. അതേപോലെ ഗ്രാമങ്ങളിലേക്ക് പ്രവർത്തിക്കാൻ വേണ്ടി ദൈവം അനേകരെ കൊണ്ടുവരണം. അനേകായിരങ്ങൾ രക്ഷിപ്പിൽ വരണം. ദൈവരാജ്യം ഭക്ഷണമല്ല, പാനീയമല്ല. ഇതൊന്നുമല്ല ജീവിതത്തിൽ വേണ്ടുന്നത്. എല്ലാം പൗലോസ് പറഞ്ഞതുപോലെ തന്നെ ചപ്പും ചവറും എണ്ണിക്കൊണ്ട് ദൈവത്തിന് വേണ്ടി ഓടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ വന്ന കഷ്ടങ്ങൾ വേറൊരു ഗ്രാമത്തിൽ പോകുമ്പോൾ ഞാൻ അന്ന് ചിന്തിച്ചു, ഞങ്ങൾ രണ്ടുപേരും ജീവനോട് ഇനി വെളിയിൽ വരികയില്ല എന്ന്. എന്നാലും ആ ഗ്രാമത്തിലും ദൈവം ഞങ്ങളെ സൂക്ഷിച്ചു. അവിടെ ഒരു ചർച്ച് കെട്ടാൻ ഇന്ന് ദൈവം കൃപ ചെയ്തിട്ടുണ്ട്. അവിടെ ഇന്ന് വിശ്വാസികളും ഒരു പാസ്റ്റും എല്ലാം ഉണ്ട്. ആ ഗ്രാമത്തിൽ അവർ ഞങ്ങളോട് പറഞ്ഞ്, നിങ്ങളിനി മേലാൽ ഈ ഗ്രാമം കാണുകയില്ല, ഇന്ന് നിങ്ങളുടെ അവസാന ദിവസമാണെന്ന്. പക്ഷേ എനിക്ക് ഒരു വാക്ക് മാത്രം അവരോട് പറയാൻ ദൈവം കൃപ ചെയ്തു. ഞങ്ങളെ എന്ത് ചെയ്താലും ചെയ്തോ, ഞങ്ങളെ കൊല ചെയ്താലും നിങ്ങൾ ചെയ്തോ, പക്ഷേ ഒന്ന് മാത്രമേ ഉള്ളൂ, ഞങ്ങൾ മരിച്ചാൽ ഈ ഗ്രാമത്തിൽ 1000 പേര് എഴുന്നേൽക്കും, ഇവിടെ സഭ കെട്ടും. ഞങ്ങളെ എന്ത് ചെയ്താലും ആരും നിങ്ങളോട് ചോദിക്കാൻ പറ്റത്തില്ല, അതിനുവേണ്ടി നിങ്ങൾ പേടിക്കണ്ട. അങ്ങനെ അവരോട് പറഞ്ഞ് അവിടെ തന്നെ അതേ സമാധാനമാക്കി. അവരുടെ ഇടയിൽ തിരിച്ച് പ്രശ്നം വന്നതേ ഞങ്ങൾ സമാധാനപ്പെടുത്തി അവിടെ നിന്ന് ഇറങ്ങി വന്നു. ഇതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ ഓർക്കും. അതുപോലെ പപ്പായുടെ ജീവിതത്തിൽ പപ്പായെ കൊള്ളക്കാർ പിടിച്ചു ജീവനോട് വീട്ടിൽ വന്നതേ വലിയൊരു അത്ഭുതം. കൊള്ളക്കാരുടെ കയ്യിലിരുന്നു കൊള്ളക്കാർ പിടിച്ച് കൊണ്ടുപോയി ഒരു പാലത്തിൻ്റെ അവിടെ ചെന്ന് എന്ത് സംഭവിച്ചെന്നറിയത്തില്ല. കൊള്ളക്കാർ പറഞ്ഞു, പെരിയോരെ തെറ്റുപറ്റിപ്പോയി, ഞങ്ങളോട് ക്ഷമിക്കണേ ഞങ്ങളെ എന്നും പറഞ്ഞ് എവിടുന്ന് അവർ തട്ടിക്കൊണ്ട് പോയോ അവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അവർ വിട്ടിട്ട് ഇറങ്ങിപ്പോയി. ഇവിടെ വന്ന് എന്നോട് പറഞ്ഞു, കണ്ണാടി പോയി, ചെരുപ്പ് പോയി, എല്ലാം പോയി. അവർ പിടിച്ച് വണ്ടിയിൽ തള്ളിയിട്ട് തള്ളിൽ. പക്ഷേ ഇവിടെ വന്ന് എന്നോട് പറഞ്ഞു, ഞാൻ ജീവനോട് വന്നത് ദൈവത്തിൻ്റെ കൃപ. ഞാൻ വിചാരിച്ചു ഇതെൻ്റെ അവസാനമെന്ന്. അപ്പോൾ പുക്കളിൻ്റെ അവിടെ ഒരു കത്തി വെച്ചത് പാടുണ്ടായിരുന്നു. പക്ഷേ എല്ലാം ദൈവം അങ്ങനെ വിളിച്ചു. കള്ളന്മാരാലുള്ള ആപത്ത്, ഞങ്ങളുടെ വീട്ടിൽ കള്ളന്മാർ കയറി, ബസ്സിലിരുന്ന് ഞങ്ങളുടെ പെട്ടി കള്ളന്മാർ കൊണ്ടുപോയി. ഞങ്ങൾ പലവിധം പട്ടിണി, അങ്ങനെ പല കഷ്ടങ്ങളിലൂടെ. എന്നാൽ ഒന്നിലും ദൈവത്തെ വെറുക്കാതെ ദൈവത്തോട് അടുത്ത് ചേരുവാൻ ദൈവം ഇതെല്ലാം ഞങ്ങൾക്കൊരു കൃപ തന്ന് നടത്തി. അതേപോലെ ഓരോ വ്യാധികൾ വരുമ്പോൾ പപ്പായ്ക്ക് അസുഖങ്ങൾ, ആക്സിഡൻറ്റ്, സജിക്ക് ആക്സിഡൻറ്റ്, അനിലിന് ആക്സിഡൻറ്റ്, ഓരോരുത്തർക്കും ഞാനും പിന്നെ ഓരോ ആക്സിഡൻറ്റുകളും വന്ന ഭയങ്കരമായ നിലയിൽ ജീവിക്കുകയില്ല എന്നുള്ള സാഹചര്യങ്ങളിലാണ് ആക്സിഡൻറ്റുകൾ നടക്കുന്നത്. പക്ഷേ അതിലിരുന്നെല്ലാം ഒരു ജീവനും പോകാതെ ദൈവം എല്ലാവരെയും സൂക്ഷിച്ചു, ഇന്ന് വരെ നിർത്തിയിരിക്കുന്നു. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവകരത്തിൽ എന്നോട് അനുഭവങ്ങൾ ഫുള്ളും പറയാനാണെങ്കിൽ ഞാൻ എത്ര പറഞ്ഞാലും അത് തീരുകയല്ല. ഇടയിലിടയിൽ ഞാൻ വിട്ടല്ല പറയുന്നത്. എൻ്റെ ദൈവത്തിന് വേണ്ടി ഇനി എനിക്ക് പ്രവർത്തിക്കണം, അത് മാത്രമേ ഉള്ളൂ.